ഇനി കീടങ്ങളുടെ ആക്രമണം മൂലവും അതിന് കീടങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനി മൂലവുമായിരിക്കും മനുഷ്യൻ്റെ ഒടുക്കം. മനുഷ്യൻ ഇല്ലാതാവുന്നത് ഇതുകൊണ്ടായിരിക്കും. കാരണം ഇതൊക്കെ കീടങ്ങളുടെ ആക്രമണത്തിലാണ്. നല്ല വൈറ്റ് കവർ കണ്ടില്ലേ, ഇത് കണ്ടോ? അപ്പോൾ കീടനാശിനി ഉപയോഗിക്കാതെ നമ്മളെ വേപ്പെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചാൽ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ട് അതിന് യാതൊരു ഫലവും കാണുന്നില്ല. കൊല്ലത്തേക്കാൾ കൂടുതലാണ് കീടത്തിൻ്റെ ആക്രമണം. കാരണം ഇങ്ങനെയൊന്നും ഒരു പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടില്ല. കവറൊക്കെ കണ്ടില്ലേ, അത്രയും വൃത്തികേടായിട്ടാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഫ്രഷായിട്ടുള്ള കേടുപാട് കൂടാത്ത സാധനം, പച്ചക്കറി മറ്റുള്ളതൊക്കെ എത്തുന്നു എന്നത് പടച്ച തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അത്രയ്ക്കും കീടനാശിനി ഉപയോഗിച്ചിട്ടാവും അതൊക്കെ എത്തുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത്. ഈ കവറിൻ്റെ ഒക്കെ കോലം കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് മൂടിയിട്ടും ഇതിൽ പ്രശ്നങ്ങളാണ്. കറുത്തിരുണ്ട് ഒരു കോലമായിട്ടാണ്, കവറൊന്നും തൊടാൻ പറ്റാത്ത അറപ്പ് തോന്നിക്കുന്ന ഒരു ഇതാണ് നമ്മളിതൊക്കെ കാണുന്നത്. എന്നിട്ടും അതിൻ്റെ ഉള്ളിലുള്ളത് സുരക്ഷിതമല്ല എന്നാണ്. ഇത് കണ്ടില്ലേ, എന്നിട്ടും അതിൻ്റെ സുരക്ഷിതമല്ല ഉള്ളിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ മുന്നിലൊക്കെ എത്തിപ്പെടുന്ന പച്ചക്കറി നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇനി കീടങ്ങളുടെ ആക്രമണം മൂലവും അതിനുപയോഗിക്കുന്ന കീടനാശിനി മൂലവുമായിരിക്കും മനുഷ്യൻ്റെ ഒടുക്കം. തീർച്ചയായിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഒരിക്കലും കീടനാശിനി ഉപയോഗിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ഒരു മത്തന് പൂവിട്ട് കഴിഞ്ഞാലാണ് നമുക്കത് മൂടിയിടാൻ കഴിയുക. എന്നാൽ പൂവിടുന്നതിൻ്റെ മുമ്പേ അതിനെ കുത്തിക്കളഞ്ഞു. കണ്ടില്ലേ, ഇങ്ങനെ എത്ര മത്തനാണ് നമ്മൾ ഒഴിവാക്കിയെന്നറിയോ? അതേപോലെ വെള്ളരി. അപ്പോൾ ഇതൊന്ന് കാണിക്കാനും പറയാനും തന്നെയാണ് നമ്മളൊന്ന് വീഡിയോമായിട്ട് വന്നിട്ടുള്ളത്. ഇതുണ്ടോ? അപ്പോൾ ഒരിക്കലും കീടനാശിനി ഉപയോഗിക്കാതെ നമുക്ക് ഇതൊന്നും കഴിയില്ല എന്നത് കുറച്ച് പറയാനേ നമുക്കിവിടെ കഴിയുള്ളൂ. മുരിങ്ങയിലയിലൊന്നും നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല ഈ വെള്ളപ്പാറ്റയുടെ ശല്യം. എന്നാൽ ഇപ്രാവശ്യമായിട്ട് മുരിങ്ങൻ്റെ ഇലയിൽ ഒരു ഇല പോലും നമുക്ക് കിട്ടാത്ത രീതിയിലാണ് കീടങ്ങളുടെ ആക്രമണം. അപ്പോൾ അതാണ് പറഞ്ഞത്, കീടങ്ങളുടെ ആക്രമണം കൊണ്ട് തന്നെ മനുഷ്യനില്ലാതാവും. അതിനുള്ള മരുന്ന് പ്രയോഗം കൂടി ആകുമ്പോൾ, കീടനാശിനി പ്രയോഗങ്ങൾ കൂടി ആകുമ്പോൾ അതിൻ്റെ എഫക്റ്റിലൂടെ തന്നെ മനുഷ്യന് ആയുസ്സും ആരോഗ്യം നഷ്ടപ്പെട്ടില്ലാതാവുന്നു. നമ്മൾ പ്രിയപ്പെട്ട് വളർത്തുന്ന കഴിക്കുന്ന സാധനങ്ങളാണ് മുരിങ്ങയില. അപ്പോൾ അതിൽ നിന്നൊരു ഇല പോലും നമുക്ക് കിട്ടാനില്ല. വെളുത്തുള്ളി കഷായവും പുകല കഷായവും സോപ്പും വെള്ളവും ഒന്നും ഏൽക്കുന്നില്ല. വിഷം തന്നെ അടിക്കണം. എന്തെങ്കിൽ മാത്രം അതിൻ്റെ വിഷം അടിക്കില്ല, 1, 2, 3, 4 തവണ അടിച്ചുകൊണ്ടിരിക്കണം. അത്രയ്ക്കും കീടങ്ങളാണ് ഇപ്രാവശ്യമൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ ബൈ.